ആപ്കി അദാലത്തിൽ സ്വാമി രാംദേവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളതാണ്. സ്വാമി, താങ്കൾ ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ഡിസിപ്ലിനായിട്ട് എങ്ങനെ ഇരിക്കണമെന്ന്. താങ്കൾ ഫാമിലി വാല്യൂസിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ താങ്കൾ കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്ന് ഓടിപ്പോയതാണല്ലോ. അതായത് ഞാൻ ഇടയ്ക്കിടെ പറയാറുണ്ട്, യോഗ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചറിവാണ്. ഞാൻ എല്ലാവരെയും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയാണ്. സത്യത്തിൽ എല്ലാവരും എന്നെ ത്യാഗി എന്നാണ് പറയുന്നത്. ബാബ രാംദേവ് ഒരു ത്യാഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുന്നത്. ഞാൻ ഒന്നും ത്യാഗം ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. എനിക്കിപ്പോൾ ഒരമ്മയല്ല, പക്ഷെ ആയിരക്കണക്കിന് അമ്മമാരുടെ സ്നേഹം എനിക്ക് കിട്ടി. ഒരച്ഛനെ നഷ്ടമായി, പക്ഷെ ആയിരക്കണക്കിന് അച്ഛന്മാരുടെ സ്നേഹം കിട്ടുന്നുണ്ട്. ഒരു സഹോദരനെ ഞാൻ വിട്ടുവന്നു, പക്ഷെ ആയിരക്കണക്കിന് സഹോദരന്മാർ എന്റെ കൈകോർക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എവിടെയും പോയിട്ടില്ല. തിരിച്ചറിവുണ്ടായി. താങ്കൾ സന്യാസിയായി വീടും സുഖങ്ങളും എല്ലാം വിട്ടു, ലൗകിക സുഖങ്ങൾ വിട്ടു. പക്ഷേ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു, താങ്കൾക്ക് ലൗകിക സുഖങ്ങളെല്ലാം മൊത്തത്തിൽ വിടാൻ ആഗ്രഹമില്ലെന്നാണ് കേട്ടത്. ഉദാഹരണം? ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയിരിക്കുന്നത് താങ്കൾ വലിയ വലിയ കാറുകളിലാണ് യാത്ര ചെയ്യുന്നത്. മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വലിയ വലിയ ആൾക്കാരോടുള്ള സൗഹൃദം താങ്കൾക്കുണ്ട്. ലക്ഷറീസ് ആയ വീടുകളിലാണ് താങ്കൾ താമസിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ വിദേശ കാർ ഒരിക്കലും വാങ്ങില്ല. പക്ഷേ എന്നെ ക്ഷണിക്കാൻ ആരെങ്കിലും വന്നാൽ, അതായത് റിസീവ് ചെയ്യാൻ, അപ്പൊ ഞാൻ അവരോട് എങ്ങനെയാ പറയാ ഇതിൽ ഞാൻ കേറില്ല, ഇരിക്കില്ല എന്നൊക്കെ? ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിരിക്കണ്ടേ? മറ്റൊരു കാര്യം, ഞാൻ ആരുടെ വീട്ടിലാണോ താമസിക്കുന്നത്, ഒരുപക്ഷേ ഈ രാജ്യത്തെ ടോപ്പ് ഇൻഡസ്ട്രി ലിസ്റ്റിലുള്ള ആളാവാം, ഒരുപക്ഷേ വലിയ രാഷ്ട്രീയ നേതാവാകാം, വലിയ നടനായിരിക്കാം, ചിലപ്പോൾ സാധാരണ മനുഷ്യരായിരിക്കാം. അവരോട് ഞാനൊരിക്കലും അങ്ങനെ പറയില്ല. അതായത് ഇപ്പോ ഞാൻ ഒരാളുടെ വീട്ടിലേക്ക് പോവാണെങ്കിൽ അവര് കുറ്റവാളിയാണോ അല്ലെങ്കിൽ തീവ്രവാദിയാണോ, ഞാൻ ആരുടെ വീട്ടിൽ പോയാലും അത് നമ്മുടെ നാടല്ലേ. ആശയം വെവ്വേറെ ആയിരിക്കാം. എതിർപ്പ് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ മൾട്ടിനാഷണൽസിനെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അതിനെ എതിർത്ത് സംസാരിക്കാം. പക്ഷെ താങ്കൾ മൾട്ടിനാഷണൽസിനെ എതിർക്കുന്ന ആളല്ലേ? ഞാൻ മൾട്ടിനാഷണലിന് എതിരല്ല. ഞാൻ രാജ്യത്തിന്റെ സമ്പത്തിലും ജനങ്ങളുടെ ആരോഗ്യത്തിലും കൃത്രിമം കാണിക്കുന്നവരാണ് എന്റെ ശത്രുക്കൾ. ചിപ്സിന് എതിരെയാണ്, കൂൾ ഡ്രിങ്ക്സിനെതിരെയാണ്. പിന്നെ അത് കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും, ചിലപ്പോൾ പാരാലിസിസ് വരാം, ബ്രെയിൻ ഡാമേജ് ആവാം. അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് പല്ലുകൾ പോലും പൊടിഞ്ഞു പോകും. നിങ്ങൾ 7 ദിവസം അത് പല്ലിന്റെ താഴെ വെച്ചാൽ പല്ല് പോവും. ഇത് 2 നിലപാടാണ്. അമേരിക്കയിലുള്ള പെപ്സി കുടിക്കുമ്പോൾ അതിലുള്ള pH വാല്യൂ 5.8 ആണ്. പക്ഷേ ഇന്ത്യയിൽ കിട്ടുന്നതിൽ 2.8, 2.4, 2.5, 2.2 ഒക്കെയാണ്. അതുകൊണ്ട് ഈ ഇരട്ട നിലപാട് നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന ആസിഡാണ്. അതിലുള്ള pH വാല്യൂ ആണ് ഈ കൂൾ ഡ്രിങ്ക്സിലുള്ളത്. അതാണ് ജനങ്ങളോട് പറയുന്നത്. കൂൾ ഡ്രിങ്ക്സ് എന്ന് വെച്ചാ പറയൂ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ എന്റെ ഭാഗത്ത് എന്ത് തെറ്റാവുള്ളത്? ഞാൻ പറഞ്ഞു, ഇത് കുടിച്ചാൽ നിങ്ങളുടെ വയറ് ചീത്തയാവും, ഹാസ്റ്റോ പ്രോസസ് പ്രോബ്ലം ഉണ്ടാകും. ടെക്നോളജി ഒന്നുമില്ലാതെ 2 രൂപയുടെ തക്കാളി അത് ചട്നിയാക്കി വിൽക്കുന്നു. അതേ മൾട്ടിനാഷണലിൽ 80 രൂപയ്ക്ക്. നമ്മുടെ നാടിന്റെ കാശാണ് ചുരുട്ടിക്കൊണ്ടു പോകുന്നത്. കിലോയ്ക്ക് 4 രൂപ പോലുമില്ല. ചീപ്പായ ഉരുളക്കിഴങ്ങ് 2-3 രൂപയ്ക്കാണ് വാങ്ങുന്നത്. ചില സമയത്ത് ചീഞ്ഞുപോയ തക്കാളി കിലോ 50 പൈസയ്ക്കാണ് വാങ്ങുന്നത്. കിലോയ്ക്ക് 2 രൂപയുള്ള ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ 3 രൂപയുള്ള ഉരുളക്കിഴങ്ങ് ചിപ്സാക്കി കിലോ 400 രൂപയ്ക്ക് വിൽക്കുന്നു. രാജ്യത്തിന്റെ സമ്പത്ത് രാജ്യത്തിന് പുറത്തു പോകുന്നത് രാജ്യത്തിന് നല്ലതല്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ തുറന്നു പറയാണ്, ബർഗർ രോഗങ്ങളുടെ വീടാണ്, പിസ്സ ആരോഗ്യത്തിന് ഹാനികരമാണ്, കൂൾ ഡ്രിങ്ക്സ് ടോയ്ലറ്റ് ക്ലീനറാണ്. ഇപ്പൊ ഞാൻ കോസ്മെറ്റിക്സിനെ എതിർത്ത് സംസാരിക്കാൻ പോവാ. ജനങ്ങൾ പറയുന്നു, ഈ തിളങ്ങുന്ന സ്കിന്നിന്റെ രഹസ്യം പറയൂ. ആഡിൽ എന്താ പറഞ്ഞത്? പറയൂ കേക്കട്ടെ. ഫെയർ ആൻഡ് ലവ്ലി. ഫെയർ ആൻഡ് ലവ്ലി തേച്ച് വെള്ളയാക്കാനാണെങ്കിൽ എരുമയുടെ മേത്ത് തേച്ചൂടെ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എരുമ വെളുത്തില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എങ്ങനെയാണ് വെളുക്കുന്നത്? ഒരാള് നന്നായി ശ്രമിച്ചു നോക്കി, 10 വർഷത്തോളം എരുമയുടെ മേത്ത് അത് തേച്ചു, 1 ഇഞ്ച് പോലും വെളുത്തില്ല. അതായത് വെള്ള നിറത്തിന്റെ രഹസ്യം കപാൽ ഭാത്തി. ഇങ്ങനെ സീറോ ടെക്നോളജി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ വിഡ്ഢികളാക്കി ഈ 90% മൾട്ടിനാഷണൽ കമ്പനികൾ, ഞാൻ സീറോ ടെക്നോളജിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ഏകദേശം 90% ഈ രാജ്യത്തെ ഷെയർ മാർക്കറ്റിൽ നിന്ന്, ഡെബഞ്ചർ മാർക്കറ്റിൽ നിന്ന്, പിന്നെ ബാങ്കിൽ നിന്നുമൊക്കെ പണമുണ്ടാക്കുന്നു. ആ പ്രോഡക്ട്സിൽ നിന്ന് കിട്ടുന്ന 90% പ്രോഫിറ്റും വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നു. നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കി ഭിക്ഷ കൊടുക്കുന്ന പോലെ 10% വിട്ട് രാജ്യത്തിന്റെ സമ്പത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത് രാജ്യത്തിനെതിരായ ദ്രോഹമല്ലേ? പൊതുവെ നമ്മുടെ സന്യാസിമാരും സാധു ബാബാക്കളും വിദേശയാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്കൊരു പ്രത്യേക ബഹുമാനം തന്നെ ലഭിക്കുന്നു. വിദേശത്തുള്ള മൾട്ടിനാഷണൽസ് സ്പോൺസർ ചെയ്യുന്ന സമയത്താണ് അവർക്കിവിടെ ഒരു പേര് ലഭിക്കുന്നത്. താങ്കൾക്ക് ഈ ദേശി ബാബ എന്നുള്ള പേര് എങ്ങനെയാണ് ലഭിച്ചത്?
ഞാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അഭിമാനത്തോടെ സ്വാഭിമാനത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെന്നെ ബഹുമാനിക്കുന്നുമുണ്ട്. ഞാൻ എന്നിൽ അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം വലിയ ലെവലിൽ എത്തിയാൽ ചിലർ എന്റെ കാര്യമാണ് നോക്കുന്നത്. 2 വർഷം മുമ്പ് ഈ സ്വാമി രാംദേവിനെ ഈ ലോകത്തിൽ ഒരാൾക്ക് പോലും അറിയില്ല. ഈ 2 വർഷം കൊണ്ട് അങ്ങേര് എന്താ ചെയ്തത്? എല്ലാരും ഇദ്ദേഹത്തിന്റെ പുറകെ പോവാണല്ലോ. ഇതിനു മുമ്പ് ഹീറോയിന്റെ പുറകെ ഭ്രാന്തന്മാരെ പോലെ കറങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പൊ ബാബയുടെ പുറകെ പോകുന്നു. താങ്കൾക്ക് വേണ്ടി താങ്കളുടെ മേൽ ഹീറോയിൻസിനൊക്കെ ഭ്രാന്ത് പിടിച്ച് നടത്തിയെന്ന് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹീറോയിൻസിനെ ഞാൻ എന്റെ അടുത്തേക്ക് അടുപ്പിക്കില്ല. പക്ഷെ അവർക്ക് ഞാൻ യോഗ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് അതിൽ ഭ്രാന്താണ്. അതാരും ഒരിക്കലും തെറ്റായിട്ട് എടുക്കരുത്. ഏത് ഹീറോയിൻസിനൊക്കെയാണ് യോഗ പഠിപ്പിച്ചു കൊടുക്കുന്നത്? സത്യത്തിൽ ഞാൻ ഒരു സിനിമയും കാണാറേയില്ല. അതുകൊണ്ട് എനിക്ക് പേരൊന്നും അറിയില്ല. അതായത് ഇപ്പൊ ഒരു കാര്യം എടുത്താൽ അമിതാഭ് ബച്ചൻ ഉണ്ടല്ലോ, അദ്ദേഹം യോഗ പ്രാണായാമം എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല എനർജി കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹെൽത്ത് പ്രോബ്ലം എല്ലാം ശരിയായി. അതുകൊണ്ട് മൊത്തത്തിൽ ഓവറാൾ ഏകദേശം ഞാനിപ്പോ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. യോഗയിലൂടെ ഞാൻ അന്ധവിശ്വാസം പറഞ്ഞു കൊടുക്കുന്നില്ല. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭ്രാന്തന്മാരാക്കി അവർക്ക് തെറ്റായ മാർഗം കാണിച്ച് മതത്തിന്റെ പേരിൽ കുഴപ്പങ്ങളുണ്ടാക്കുന്നില്ല. മറിച്ച് അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഞാൻ ഇല്ലാതാക്കി. ഞാൻ പറഞ്ഞു, അതായത് ഇപ്പോ ഇതൊരു നല്ല കാര്യമാണ്. ഇലക്ട്രോണിക് മീഡിയയിൽ ഇതൊന്നുമില്ല. പ്രിന്റ് മീഡിയയിൽ രാശിഫലം എഴുതും. ഞാൻ രാശിഫലം എഴുതുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ബുദ്ധിപരമായി ഒന്ന് ചിന്തിക്കണം. രാമനും രാവണനും ഒരേ രാശിയാണ്. കംസനും കൃഷ്ണനും ഒരേ രാശിയാണ്. മുലായം സിംഗിനും മായാവതിക്കും ഒരേ രാശിയാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമെടുത്താൽ സുഷമാജിയും സോണിയാജിയും ഒരേ രാശിയാണ്. ഇപ്പോ ഈ രാജ്യത്തെ ചൂടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജയേന്ദ്ര സരസ്വതിക്കും ജയലളിതയ്ക്കും ഒരേ രാശിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഇന്ന് എന്റെ മുന്നിൽ നിൽക്കുന്ന രജത് സാറിനും രാംദേവിനും ഒരേ രാശിയാണ്. ഒന്നാക്കി ബാബാജി സീതയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്ന പോലെ. സ്വാമി, താങ്കൾ കള്ളത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. താങ്കളുടെ പക്കൽ ഒരു അഭിനയവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കാവി വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നത്? ശരി, ഞാനിപ്പോ കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് വന്നാൽ എന്തുകൊണ്ടാ എങ്ങനെ വന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ? ഞാൻ തല മുട്ടയടിച്ചോണ്ട് വന്നാൽ എന്താ മുട്ടയടിച്ചിരിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ? ഇപ്പൊ എന്റെ തല, മുടി, താടി ഇതൊക്കെ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഇതിനെ മുടി വെട്ടിയിരിക്കുന്നത്? സ്വാമി, ഞാൻ താങ്കളോട് ചോദിക്കാൻ കാരണം സീതയെ കടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് രാവണനും ഈ കാവി വസ്ത്രമാണ് ധരിച്ചത്. ഇപ്പോഴും പല രാവണന്മാരും ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണ് പലതും ചെയ്യുന്നത്. നിങ്ങളുടെ ടിവിയിൽ അതൊക്കെ കാണാമല്ലോ. കാവി വസ്ത്രം ധരിച്ചുകൊണ്ട് ബാബയാന്നും പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നു. അത് നമ്മുടെ നാടിന്റെ സംസ്കാരമല്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ രാജ്യത്ത് ബോധവൽക്കരണം നടത്തിയത് കാവ്യവസ്ത്രം അണിഞ്ഞവരാണ്. അതായത് കാവ്യവസ്ത്രം അണിഞ്ഞ യഥാർത്ഥ സ്വാമിമാർ. കാവ്യവസ്ത്രം ഈ നാടിന്റെ സംസ്കാരമാണ്. അവരാണ് ഈ രാജ്യത്തിനു വേണ്ടി വിഷമവും വേദനയും സഹിച്ചവർ. അവർ രാഷ്ട്രധർമ്മം കടമയായി കരുതി. രാജ്യത്തോട് ഉത്തരവാദിത്വമുള്ളവർക്കേ സന്യാസിയാവാൻ കഴിയൂ. കുറഞ്ഞത് 4 വേദങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അവരെല്ലാവരും ദീർഘജ്ഞാനമുള്ളവരാണ്. വിമാനശാസ്ത്രം പോലും അവർ സൃഷ്ടിച്ചതാണ്. ബ്രഹ്മാസ്ത്രം സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളവർ. അതേസമയം ഗീതയിലും പ്രാവീണ്യമുള്ളവർ. പണ്ടുമുതൽ തന്നെ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നത് കാവ്യ സംസ്കാരമാണ്. ഇനിയും ഈ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ കാവ്യ വസ്ത്രം അണിഞ്ഞവർക്ക് മാത്രമേ അതിന് കഴിയൂ. സ്വാമി, താങ്കളെക്കുറിച്ച് ഹരിദ്വാറിൽ താങ്കളുടെ ആശ്രമമുള്ള സ്ഥലത്തുനിന്ന് ചില മെസ്സേജുകൾ വന്നിട്ടുണ്ട്. പറയൂ. സ്വാമി രാംദേവിന്റെ ഗുരു സ്വാമി ശങ്കർദേവ്. അതെ. ഒരു ചെറിയ കുടിലിൽ വളരെ സമാധാനത്തോടുകൂടി അദ്ദേഹം ജീവിക്കുന്നു. എവിടെങ്കിലും പോകാനും വരാനും സൈക്കിൾ റിക്ഷ ഉപയോഗിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ അടുത്ത് ലക്ഷറി കാറുകളാണ്. ഇത് ഞാൻ തുറന്നു പറഞ്ഞല്ലോ. അതായത് ഇത്രയും നേരം എന്നെക്കുറിച്ച് ചോദിച്ചു, ഇപ്പൊ എന്റെ ഗുരുവിനെ കുറിച്ച് ചോദിക്കുന്നു. ജനങ്ങൾ എന്നെ AC റൂമിൽ താമസിപ്പിക്കുന്നു. ഞാൻ AC ഇടാറില്ല. ജനങ്ങൾ വരുമ്പോൾ അവർക്ക് വിയർക്കുമ്പോൾ ഞാൻ AC ഓൺ ചെയ്യും. ഇപ്പൊ ഞാൻ അകത്ത് വന്ന ഉടനെ പറഞ്ഞു, നിങ്ങൾ ഈ വസ്ത്രമാണല്ലോ അണിഞ്ഞിരിക്കുന്നത്, ഇവിടെ മുഴുവനും AC ഉണ്ട്, നിങ്ങൾക്ക് തണുക്കില്ലെന്ന് ചോദിച്ചു. അടുത്തിരിക്കുന്നവർക്കല്ലേ തണുക്കൂ. ഞാൻ എന്റെ ദേഹത്ത് 2 വസ്ത്രങ്ങൾ അണിയും. ഒരു ദിവസം 2 നേരം കഴിക്കും. അതും ജോലി തിരക്ക് കൂടുതലാണെങ്കിൽ 1 നേരമേ കഴിക്കൂ. 9 വർഷമായി ഞാൻ ധാന്യങ്ങൾ കഴിക്കുന്നില്ല. ഞാൻ പാലും പഴവും കഴിക്കും, അതിലൊന്നും കുഴപ്പമില്ല. പിന്നെ പച്ചക്കറികൾ ധാരാളം കഴിക്കും. എന്ത് കിട്ടിയാലും കഴിക്കും, പക്ഷെ കുറച്ചേ കഴിക്കുള്ളൂ. എനിക്ക് 2 വസ്ത്രം മതി. ഇത് 3 വർഷത്തേക്ക് മതി. പിന്നെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ഈ പാദരക്ഷ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ആയുധമായി ഉപയോഗിക്കാം. നടക്കാൻ ഇത് 5 വർഷം നമുക്കിത് ഉപയോഗിക്കാം. ഞാൻ
എന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ സ്വന്തം ആവശ്യത്തിനു വേണ്ടി 1 രൂപ ചെലവാക്കാൻ പോലും ആലോചിക്കും. 1 രൂപ ചെലവാക്കുകയാണെങ്കിൽ പോലും ഇതെന്തിനാണെന്ന് പലവട്ടം ചിന്തിക്കും. അതെല്ലാം ഇരിക്കട്ടെ, താങ്കളുടെ പേരിൽ എത്രത്തോളം പ്രോപ്പർട്ടീസ് ഉണ്ട്? ഞാൻ ഏകദേശം 2.5 വർഷമായി 10, 15, 20, 30,000 പേരെ കാലത്ത് എഴുന്നേൽപ്പിക്കും. എന്റെ അടുക്കലേക്ക് വരുത്തും. അവര് പണം തന്നു. എനിക്ക് 1100, 2100, ചില സ്ഥലത്ത് അതിനേക്കാൾ കൂടുതലും തന്നിട്ടുണ്ട്. ജനങ്ങൾ എനിക്ക് പണം തന്നിട്ടാണ് വരുന്നത്. അവരെ എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് തരുന്നു. ഞാൻ എഴുന്നേൽപ്പിക്കുന്നവർ തരുന്നു. അവർ ശരിക്കും എന്തിനാണ് എനിക്ക് പണം തരുന്നത്? ആ പണം ഞാൻ ഇൻഡിവിജ്വലായിട്ട് മേടിക്കാം. അങ്ങനെ ചെയ്താൽ ഈ രാജ്യത്ത് കൂടുതൽ ഇൻഡിവിജ്വലായ വരുമാനമുള്ള ആള് ഞാനായിരിക്കും. കാരണം ജനങ്ങൾക്ക് ആവശ്യം സ്വാമി രാംദേവിനെയാണ്. ഞാൻ അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ട് വരുന്നു. പക്ഷെ അവർ തരുന്ന ആ പണം ശരിക്കും പൂർണ്ണമായും ദിവ്യോഗ് മന്ദിർ ട്രസ്റ്റിലേക്ക് പോകുന്നു, പതഞ്ജലി യോഗയ്ക്ക് ചെലവാകുന്നു. ഇപ്പോഴും ഞങ്ങൾ അതിനുവേണ്ടി കോടിക്കണക്കിന് ചെലവാക്കുന്നുണ്ട്. അതുകൊണ്ട് 1 രൂപ പോലും എന്റെ ബാങ്കിൽ ഇപ്പോൾ ബാലൻസ് ഇല്ല. ഈ രാജ്യം മുഴുവൻ എവിടെ വേണമെങ്കിലും നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. എന്റെ പേരിൽ ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല. ഇതെല്ലാം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഓപ്പണായിട്ട് പറയാണ്. നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചു. ഞാൻ പറയുന്നത് നമ്മുടെ ഈ രാജ്യത്തെ ലോകത്തിലെ തന്നെ സാമ്പത്തിക സാംസ്കാരിക ശക്തിയായി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. ജനങ്ങൾ ആഗ്രഹിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഡോളറിനെയും പൗണ്ടിനെയും താഴെ കൊണ്ടുവന്ന് രൂപയെ മുകളിൽ കൊണ്ടുവരാൻ കഴിയും. ആ ഒരു ശക്തി എനിക്കുണ്ട്. ഇപ്പൊ നിങ്ങൾ രോഗങ്ങളെക്കുറിച്ചല്ലേ ചോദിച്ചത്? രോഗങ്ങളെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചോദിച്ചത്. മറ്റൊരു കാര്യം പറഞ്ഞ ഈ ബാബ എവിടുത്തുകാരനാണെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും.